ഹലോ നമസ്കാരം. ജോൺ ടി റോഡ്സിനെ അറിയാത്ത ക്രിക്കറ്റ് പ്രേമികളുണ്ടാവില്ല. 1990-കളിൽ കളി കണ്ട ഒരാൾക്കും തന്നെ മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് ജോൺ ടി റോഡ്സ് എന്ന മുൻ ഹോക്കി താരം കൂടിയായ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റർ. തൻ്റെ ഫീൽഡിംഗ് മികവ് കൊണ്ട് മാത്രം ഒട്ടേറെ മത്സരങ്ങളാണ് റോഡ്സ് ദക്ഷിണാഫ്രിക്കയെ വിജയിപ്പിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ബാറ്റിംഗ് എന്നത് ഒരു ബോണസ് പോയിൻ്റ് മാത്രമായിരുന്നു. തൻ്റെ ക്രിക്കറ്റ് കളിക്കളത്തിലെ കരിയറിന് ശേഷം അദ്ദേഹം കോച്ചിങ് ഫീൽഡിലേക്ക് തിരിഞ്ഞു. 2000-ൻ്റെ ആദ്യം തന്നെ 2003 തൊട്ട് തന്നെ അദ്ദേഹം കൗണ്ടി ടീമുകളെ പരിശീലിപ്പിച്ചു തുടങ്ങി. പിന്നീട് IPL മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയൊക്കെ പരിശീലക വേഷമണിഞ്ഞു. ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ചുറ്റുവട്ടത്ത് നിന്ന് കേൾക്കുന്ന ഒരു ന്യൂസാണ്. ഇന്ത്യൻ ബോർഡ് ജോൺ ടി റോഡ്സിനെ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനാവാൻ ക്ഷണിച്ചു എന്നൊരു വാർത്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലെ ഫീൽഡിംഗ് പരിശീലകൻ ദിലീപിൻ്റെ കാലാവധി തീരാറായി. ഇതിനു മുമ്പ് 2019-ൽ റോഡ്സ് ഇങ്ങോട്ട് അപേക്ഷിച്ചിരുന്നു പരിശീലകനാവാൻ വേണ്ടി. പക്ഷേ അന്ന് ഇന്ത്യൻ ബോർഡ് ചില കാരണങ്ങളാൽ അത് നിരസിക്കുകയായിരുന്നു. എന്തായാലും റോഡ്സ് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അദ്ദേഹത്തിന് ഫീൽഡിംഗ് കോച്ച് എന്ന നിലയിൽ ഒട്ടേറെ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ടീമിനെ അദ്ദേഹം ആദ്യമായാണ് പരിശീലിപ്പിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം വരികയാണെങ്കിൽ അത് തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിന് ഗുണകരമാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് വീണ്ടും പഴയ കാലങ്ങളിലേക്ക് ഈ ഒരു സംഭവം ഊളിയിടാനുള്ള ഒരു അവസരം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പഴയ കോച്ചിങ് മികവിൽ ഫീൽഡിംഗ് മികവിലേക്ക് മറ്റും. എന്തായാലും നല്ലത് തന്നെ വരട്ടെ. വീണ്ടും കാണാം. താങ്ക്